ഇല്ലില്ല, അതിലൊരു വിവാദമില്ല. അതൊരു സിനിമയാണ്. പിന്നെ നമ്മളെല്ലാം കാണേണ്ട ഒരു കാര്യം, ഈ ഫെസ്റ്റിവലിൽ രാഷ്ട്രീയമില്ല. അതൊരു സിനിമ ബുക്കർ പ്രൈസ് നേടിയ ഒരു പ്രശസ്തമായ നോവലിൻ്റെ ചലച്ചിത്രാവിഷ്കാരമാണ്. ഒരു സിനിമയുടെ കഥ പറഞ്ഞപ്പോൾ പശ്ചാത്തലത്തിൽ പല കാര്യങ്ങളും പറയും. ഇതിനെ ഒരു ക്രിയേറ്റീവായിട്ടുള്ള ഒരു ഫിലിമായി നമ്മൾ കാണണം. പ്രത്യേകിച്ച് മലയാളികൾ ഇക്കാര്യത്തിൽ ഒരു തരത്തിലും വിവാദം ഉണ്ടാക്കാൻ പാടാണ്. കലയെ ഏറ്റവും കൂടുതൽ അതിൻ്റെ ഒരു സ്പിരിറ്റോടു കൂടി ഉൾക്കൊള്ളുന്നവരാണ് നമ്മൾ. ഒരു കോൺട്രവേഴ്സിയില്ല. അതിനകത്ത് ഞങ്ങളെ സംബന്ധിച്ച്, ഗവൺമെൻറ്റിനെ സംബന്ധിച്ച് യാതൊരു രാഷ്ട്രീയവും ഫെസ്റ്റിവലില്ല എന്നുള്ളതാണ്. അല്ല, ഇനി പ്രദർശിപ്പിക്കുന്ന സിനിമ ഇനി ഒരു പ്രദർശനം മാത്രമാണ് അവർ നമുക്ക് അനുവദിച്ചിരിക്കുന്നത്. അല്ല, ഒഴിവാക്കിയതല്ല. ഞാൻ ദീപാമയത്തായിട്ട് സംസാരിച്ചിരുന്നു. അവർക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഫെസ്റ്റിവൽ ട്രിവാൻഡ്രം കേരള ഫിലിം ഫെസ്റ്റിവലാണ്. അതുകൊണ്ട് അവരുടെ സിനിമ കേരളത്തിൽ ആദ്യമായി കാണിക്കണം എന്ന് അവർ ആഗ്രഹിച്ചു. അതിൽ തെറ്റൊന്നുമില്ല. പക്ഷെ എനിക്ക് അപാകതയായിട്ട് അവസാനം തോന്നിയത് ആ സിനിമയുടെ അവസാനം ഒരു മാപ്പ് കാണിക്കും. അതിൽ കാശ്മീർ ഒഴിവാക്കിയതിൽ എനിക്ക് വിഷമമുണ്ട്. അല്ലാതെ ആ സിനിമയ്ക്ക് ഒരു കുഴപ്പം, ആ സിനിമയിൽ ഒരു ദോഷമായി ഒരു കാര്യങ്ങളുമില്ല. കാണാത്തവരാണ് ഇത് പറയുന്നത്, കണ്ടവരാരും പറയില്ല. നിങ്ങളിൽ കണ്ടവരും ഇത് പറയില്ല. ഇല്ലില്ല, അടിയന്തരാവസ്ഥയുടെ കാലഘട്ടത്തിലൂടെ കഥ കടന്നു പോകുന്നുള്ള ഇന്ദിരാഗാന്ധിയെ സ്പെസിഫിക്കായിട്ട് അങ്ങനെ വിമർശിക്കുന്നതായിട്ട് എനിക്ക് മനസ്സിലായില്ല. ഞാൻ ആ സിനിമ കണ്ട ആളാണ്. ഞാൻ കണ്ടു, നമ്മുടെ MLA പ്രിയപ്പെട്ട വിഷ്ണുനാഥ് കണ്ടു. ഞങ്ങൾക്കാർക്കും അങ്ങനെ ഫീൽ ചെയ്തില്ല. ഞങ്ങളൊക്കെ അതിനെ ഒരു കലാസൃഷ്ടിയായി മാത്രമേ കാണുന്നുള്ളൂ. ഞാനെന്ന് വിഷ്ണുവായിട്ട് സംസാരിച്ചു, ഞങ്ങൾ സിനിമ കണ്ടവരാണ്. ഞങ്ങളിതിനെ ഒരു കലാസൃഷ്ടിയായിട്ട് മാത്രമേ കാണുന്നുള്ളൂ. ഒരു കാര്യം മനസ്സിലാക്കുക, ഇതൊരു ഫിലിം ഫെസ്റ്റിവലാണ്. ഇതിൽ രാഷ്ട്രീയമില്ല. ആ സിനിമയിൽ മറ്റൊരു മെസ്സേജ് ഉണ്ട്, അത് നമ്മൾ കാണാതെ പോയി. മുസ്ലിമായി ജനിക്കുന്ന ആളിനെ ഹിന്ദു വളർത്തുന്നു, ഹിന്ദുവായി ജനിക്കുന്ന ആളിനെ മുസ്ലിം വളർത്തുന്നു. മതേതരത്വത്തിൻ്റെ ഒരു മെസ്സേജ് ആ സിനിമയിലുള്ളത് എന്താ കാണാതെ പോകുന്നത്? ഒരു സിനിമയുടെ നല്ല വശങ്ങൾ കാണുക. ഞാനതിൽ കണ്ടത് ഹിന്ദുവും മുസൽമാനും ക്രിസ്ത്യാനിയും സഹോദരങ്ങളെപ്പോലെ ജീവിക്കുന്ന ഒരു ഭാരതത്തെക്കുറിച്ചാണ് കണ്ടത്. സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുമ്പ് ഭാരതത്തിൽ ഹിന്ദു മുസ്ലിങ്ങൾ തമ്മിലുണ്ടായിരുന്ന അകൽച്ച ആക്കണം എന്ന മെസ്സേജ് അതിനകത്തുണ്ട്. അപ്പോൾ ജാതിയുടെയും മതത്തിൻ്റെയും വിശ്വാസങ്ങൾക്ക് അതീതമാണ് മനുഷ്യൻ, സ്നേഹം എന്നാണ് അതിൻ്റെ ബേസിക് കഥ. അതാണ്. ഹിന്ദുവായി ജനിക്കുന്നൊരു കുട്ടിയെ മുസ്ലിമായി വളർത്തുന്നു, മുസ്ലിമായി ജനിക്കുന്ന കുട്ടിയെ ഹിന്ദു വളർത്തുന്നു. വളരെ നല്ല ആ ഒരു തീമിലേക്ക് നമ്മൾ ശ്രദ്ധിക്കുക. അതാണ് ഏറ്റവും നല്ലത്. നന്നായി ആസ്വദിക്കുന്നവരാണ് എല്ലാ പ്രേക്ഷകരും. ഡെലിഗേറ്റ്സ് വളരെ നന്നായി സിനിമകൾ ആസ്വദിക്കുന്നു. എല്ലാ സിനിമയ്ക്കും നല്ല ആളുണ്ട്. പിന്നെ നല്ല സിനിമകളോടുള്ള നല്ല പ്രതികരണം. ഈ ഫെസ്റ്റിവൽ വന്നിരിക്കുന്ന ഡെലിഗേറ്റ്സുകളിലെ വളരെ നല്ല സ്നേഹത്തോടുള്ള പെരുമാറ്റം, ഞങ്ങൾ ഒരുക്കിയിരിക്കുന്ന സൗകര്യങ്ങളോടുള്ള അവരുടെ പ്രതികരണം എല്ലാം നന്നായിട്ടുണ്ട്. എല്ലാം നന്നായി പോകുന്നു. എല്ലാവരുടെയും സഹായം കൊണ്ട്, ദൈവത്തിൻ്റെ അനുഗ്രഹം കൊണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. നിങ്ങളെല്ലാവരും സഹകരിക്കുന്നു. മീഡിയ ഏറ്റവും നന്നായിട്ട് ഇതിനൊരു കോൺട്രവേഴ്സി ഉണ്ടാക്കി ബഹളത്തിലേക്ക് പോകാതെ മീഡിയ നന്നായി ഈ കാര്യങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുള്ള എനിക്ക് വളരെ സന്തോഷമുണ്ട്. നല്ല സിനിമകളെ കണ്ടിട്ട് അതിനെ വളരെ ഡീപ്പായിട്ട് അത് മനസ്സിലാക്കി മീഡിയ റിപ്പോർട്ട് ചെയ്യുന്നതിൽ വളരെ സന്തോഷമുണ്ട്. മീഡിയയോട് വളരെ എനിക്ക് നന്ദിയുണ്ട്. നന്നായി റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. കാരണം ഒരു കോൺട്രവേഴ്സീസിനുപരി ആ സിനിമ, ഇന്നലെ കണ്ട സിനിമയിൽ ഒരു കോൺട്രവേഴ്സിക്കും സാധ്യതയില്ല. മാത്രമല്ല ഒരു വളരെ പ്രധാനപ്പെട്ട കാര്യം, ഈ ഗവൺമെൻറ് ഒരു അന്താരാഷ്ട്ര ചലച്ചിത്രമേളയെ രാഷ്ട്രീയമായി കാണുന്നില്ല. ഒരു ഇടതുപക്ഷ വിരുദ്ധ ചിത്രം ബംഗാളിൽ കാണിക്കാതിരിക്കുക, എന്തെങ്കിലും കോൺഗ്രസിനെ കുറിച്ച് പറയുന്ന സിനിമകൾ കാണിക്കാതിരിക്കുക, ഇതെല്ലാം ഉണ്ട്. ശ്രീമതി സോണിയാഗാന്ധി അവരുടെ ശ്രദ്ധയിലേക്ക് ശ്രീ ശശി തരൂരിൻ്റെ പുസ്തകങ്ങൾ കൊണ്ടുവന്നു. അദ്ദേഹത്തിൻ്റെ തിരഞ്ഞെടുപ്പിൽ സീറ്റ് കൊടുക്കുന്നതിന് മുമ്പ് അന്ന് ശ്രീമതി സോണിയാഗാന്ധി പറഞ്ഞ വാക്കുകളാണ് ഏറ്റവും മാതൃകാപരമായിട്ടുള്ളത്. നെഗ്ലക്റ്റ് ഇറ്റ് എന്നാണ് പറഞ്ഞത്. കാരണം വെച്ചാൽ അതൊരു ഒരു എഴുത്തുകാരൻ്റെ അവകാശമായിരുന്നു. ശശി തരൂർ എന്ന രാഷ്ട്രീയക്കാരൻ്റെതല്ല. ശശി തരൂർ എന്ന എഴുത്തുകാരൻ്റെ അവകാശത്തെ ശ്രീമതി സോണിയാഗാന്ധി ചോദ്യം ചെയ്തില്ല. അതാണ് അവരുടെ ഒരു അന്തസ്സും അഭിജാത്യവും. അതാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. ശരി.